നിൽക്കും കൂട്ടുകാരും വരുന്നേ, യേശുവിന്റെ ദൂതുകളേന്തി നിങ്ങൾക്കരികിൽ വരുന്നേ. നിൽക്കും കൂട്ടുകാരും വരുന്നേ, യേശുവിന്റെ ദൂതുകളേന്തി നിങ്ങൾക്കരികിൽ വരുന്നേ. രണ്ടും കൂടി വീട്ടുകാരെ പറ്റിച്ച് മുങ്ങി നടക്കുക. അതിനെന്ത് സംശയം? എന്തായാലും നമുക്ക് അവരുടെ അടുത്തേക്ക് പോവാം. ശരി ശരി, പക്ഷെ ഒരു പ്രയോജനവും കാണില്ല. നമുക്കൊന്ന് നോക്കാം. ചാക്കോച്ച, കണ്ണപ്പ, നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് വരുന്നില്ലേ? നോക്കൂ ബെറ്റി, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയാൽ മതി, ഞങ്ങളുടെ കാര്യം നോക്കണ്ട. കണ്ണപ്പ, നിങ്ങൾ ഈ കാണിക്കുന്നത് ഒട്ടും ശരിയല്ല. ശരിയും തെറ്റുമൊക്കെ ഞങ്ങൾക്കറിയാം. നിങ്ങളിപ്പോ പൊയ്ക്കോ. ചാക്കോച്ച, പള്ളിയുടെ അകത്ത് കുർബാന നടക്കുമ്പോൾ നിങ്ങളിങ്ങനെ വെളിയിലിരിക്കുന്നത് ദൈവനിന്ദയാണ്. ഓ, ദൈവനിന്ദ. നിങ്ങൾ ദൈവനിന്ദ പറ്റാതെ നോക്കിക്കോ. ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. ഓക്കേ, മനസ്സിലായോ? ശരി ശരി, ഞങ്ങളിതേ പോകുന്നു. നീയായി നിന്റെ പാടായി. ഞാനൊന്നും പറയാൻ വരുന്നില്ലേ? അങ്ങനെ വഴിക്ക് വാ. രണ്ടും കൂടി വാരം ചുരുട്ടി പോയടാ. അപ്പൊ നമ്മുടെ അടുത്ത പണി എന്താ? സ്കൂളിലേക്ക് എന്തായാലും ഇന്ന് പോകണ്ടല്ലോ. പള്ളി പോണെന്നും പറഞ്ഞ് വന്നതല്ലേ? അതെ അതെ, ഇന്നപ്പോ വേറെ എന്തെങ്കിലും പണി കണ്ടുപിടിക്കാം. നമുക്ക് ഇവിടെ ഒന്ന് ചുറ്റിക്കറങ്ങണോ? നല്ല ഐഡിയ. ഒന്ന് ചുറ്റിക്കറങ്ങിട്ട് കുറേ നാളായി. ആഹാ, നിങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ കറങ്ങി നടക്കുകയാണോ? അതിന് കിട്ടൂലെന്താ ചെയ്തം? നിങ്ങൾ ഇങ്ങനെ എന്ത് പറഞ്ഞാലും എതിര് പറയുന്നത് എന്താ ചാക്കോച്ച? എനിക്ക് അങ്ങനെ പറയാനാണ് തോന്നിയത്. നിങ്ങളുടെ കൂട്ടുകാര് തക്കുടവും പറ്റിയും ഇതുപോലെ വന്നിട്ട് കുറെ ഉപദേശങ്ങൾ തന്നിട്ട് പോയി. അവരാണോ നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്? അല്ലേ അല്ല, ഞങ്ങള് പള്ളിന്ന് വന്ന വഴി ഇങ്ങോട്ട് കേറിയെന്നേ ഉള്ളൂ. അപ്പൊ നിങ്ങളെ കണ്ടില്ലെന്ന് പറഞ്ഞ് നിങ്ങളുടെ അമ്മച്ചിമാര് പള്ളിന്ന് ഇറങ്ങി അവിടെയൊക്കെ തെരയുന്ന കണ്ടു. കുറച്ചു നേരം നോക്കിട്ടങ്ങ് വീട്ടിൽ പോയി കൊടുന്നേ. അത് ശരിയാ ചാക്കോച്ച, കർത്താവ് ഇതെല്ലാം കാണുന്നുണ്ട്. നമ്മൾ നല്ല കുട്ടികളായിട്ട് വളരാനല്ലേ പള്ളിയിൽ പോകുന്നതും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതും. ഞങ്ങൾ രണ്ടുപേരും നല്ല കുട്ടികൾ തന്നെ. ഇന്ന് നിങ്ങൾ പറഞ്ഞാ മതിയോ? വേറെ ആര് പറയണം? കർത്താവും കൂടി പറയണം. കർത്താവ് വർത്തമാനം പറയുമോ?
നോക്ക് കണ്ണപ്പാ, നീ ഇങ്ങനെ കർത്താവിനെ പരിഹസിക്കരുത്. അവൻ ചോദിച്ചെന്നാ ഞാനും ചോദിക്കുന്നു. കർത്താവ് വർത്താനം പറയുമോ? കണ്ണു കാണുമോ? ഇനിയുമുണ്ട് ചോദിക്കാൻ. കർത്താവ് ചോറുണ്ണുമോ, വെള്ളം കുടിക്കുമോ, കരയുമോ, ചിരിക്കുമോ? പറ, എല്ലാത്തിനും ഉത്തരം പറ. എല്ലാ ചോദ്യങ്ങളും തീർന്നോ? നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ മുട്ടാപ്പോക്ക് ചോദ്യങ്ങൾ ചോദിച്ച് ദൈവത്തിനെയും ദൈവത്തിൽ വിശ്വസിച്ച് ജീവിക്കുന്നവരെയും പരിഹസിക്കരുത്. നിങ്ങൾ ഈ പറഞ്ഞ എല്ലാമുള്ള ആളാണ് കർത്താവിന്റെ പ്രതിനിധിയായി പള്ളിയിലുള്ള അച്ഛൻ. കർത്താവിനോട്ട് പറയുന്നതും കർത്താവിൽ നിന്ന് കേൾക്കുന്നതും പ്രതിപുരുഷൻ പറയും, പ്രതിപുരുഷൻ കേൾക്കും. അദ്ദേഹം പറയുന്ന നല്ല കാര്യങ്ങൾ നമ്മൾ കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുക. എന്നാൽ നമ്മൾ ജീവിതത്തിൽ മുന്നേറും. ഇതെല്ലാം അങ്ങ് പള്ളി പറഞ്ഞാൽ മതി. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി. ചാക്കോച്ച, കണ്ണപ്പോ, ഇതിനെല്ലാം നിങ്ങൾ കണക്ക് തീർത്ത് നിങ്ങൾ വാങ്ങിക്കും. ഓ, അന്നേരം ഞങ്ങൾ നിങ്ങളെ വിളിക്കാം. ഇപ്പൊ രണ്ടുപേരും കൂടി സ്ഥലം വിട്. മക്കളെ, നിങ്ങൾ തമ്മിൽ എന്താ ഒരു കോലാഹലം? കുറെ നേരമായല്ലോ അപ്പൂപ്പൻ ഇത് കേൾക്കുന്നു. അപ്പൂപ്പൻ ഇപ്പോഴല്ലേ ഇങ്ങോട്ട് വന്നത്? അതെ, എന്നിട്ട് കുറെ നേരമായി കേൾക്കുന്നു എന്തിനാ പറഞ്ഞത്? നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എനിക്കൊന്നുമില്ല. ഞാൻ പറയും, വേണമെങ്കിൽ കേട്ടോളൂ. ഇവരുടെയൊക്കെ വീതം പറഞ്ഞു കഴിഞ്ഞു, ഞങ്ങൾ കേട്ടു. ഇനി കിളവന്റെ വീതം കൂടെ പറഞ്ഞോളൂ, കേക്കട്ടെ. യാക്കിതെന്ത് പറ്റി? ഭ്രാന്ത് പിടിച്ചോ? പ്രാന്തൊന്നും പിടിച്ചതല്ല മക്കളെ, നീ പറഞ്ഞ തമാശ കേട്ട് ചിരിച്ചു പോയതാ. തമാശയൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. ഇല്ലേ, ഏറ്റവും വലിയ തമാശയല്ലേ ആ പറഞ്ഞത്? എന്ത് പറഞ്ഞു ഈ പറയുന്നത്? ആ കിളവനെന്ന് പറഞ്ഞതേ ഒരു വലിയ തമാശയല്ലേ? അതെങ്ങനെയാ തമാശയാകുന്നത്? നിങ്ങൾ കിളവനല്ലേ? നിങ്ങളും ഒരു ദിവസം എന്നെ പോലെ തന്നെ കിളവനാകും. ഞാനും ഒരു കാലത്ത് നിന്നെ പോലെ കൊച്ചുകുട്ടിയായിരുന്നു. അപ്പൂപ്പ, ഇവരോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ആര് പറഞ്ഞു ശരിയാകത്തില്ലെന്ന്? ഇവരും ഇവരെ പോലെയുള്ളവരെയെല്ലാം ഞാൻ ശരിയാക്കും. എങ്കിൽ പിന്നെ അത് കണ്ടിട്ട് തന്നെ കാര്യം. അപ്പോൾ ഇനി നമുക്ക് പിന്നെ കാണാം. നാളെ വരുമ്പോ ബെറ്റിയെയും തക്കുടുവിനെയും കൂടി വിളിക്കണോട്ടോ കൂട്ടുകാരെ. അപ്പൂപ്പൻ അവരെ അറിയോ? അവരെ എന്നല്ല, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാവരെയും ഞാൻ അറിയും. ഇതൊന്നും പറഞ്ഞ് ഞങ്ങളെ പറ്റിക്കണ്ട. അപ്പോ നാളെ പള്ളിപ്പറമ്പിലെ കുരിശടിയുടെ മുമ്പിൽ വൈകിട്ട് വന്നാൽ എന്നെ കാണാം. ഇന്നിപ്പോൾ ഞാൻ പോകട്ടെ മക്കളെ. ഈ കിളവന് മാന്ത്രികമറിയാം. ശരിയാ, മാന്ത്രികനാണെന്നാ തോന്നുന്നത്. അതാരാണെന്ന് ഞങ്ങൾക്കറിയാം. ഇതൊന്നും ഇവരോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എന്താണേലും നാളെ കുരിശടിയിൽ വരുമല്ലോ. നാളെ കാണാം. കൂട്ടുകാരെ, ഇന്നലെ രാത്രി മിഖായേൽ മാലാഖ എന്റെ അടുത്ത് വന്നിരുന്നു. എന്നിട്ട് എന്തു പറഞ്ഞു പൊന്നു? മാലാഖ തന്നെ ചാക്കോച്ചനെയും കൂട്ടുകാരനെയും പരീക്ഷിക്കാനായി വന്ന കാര്യം പറഞ്ഞു. എനിക്കപ്പോഴേ മനസ്സിലായി മാലാഖ തന്നെയായിരിക്കും അത്. മണ്ട ശിരോമണികൾക്ക് അതൊന്നും മനസ്സിലായില്ല. ഇന്ന് വൈകുന്നേരം കുരിശടിയിൽ നമ്മൾ 4 പേരും അവർ 2 പേരും ചെല്ലണമെന്ന് ആ അപ്പൂപ്പൻ പറഞ്ഞിട്ടാ പോയിരിക്കുന്നത്. നമുക്ക് തീർച്ചയായും പോകണം കൂട്ടുകാരെ. മാലാഖ പരീക്ഷിക്കാനായി വന്ന രൂപം എനിക്കും കാണണം. കൂട്ടുകാരെ, ചാക്കോച്ചനും കണ്ണപ്പനും വരാതിരിക്കുമോ? ഒരിക്കലുമില്ല, അവർ തീർച്ചയായും വരും. ഇന്നലെ ചാക്കോച്ചൻ പറഞ്ഞത് ഇവിടെ വെച്ച് കാണാമെന്നാ. നമുക്ക് കാത്തിരിക്കാം. രണ്ടുപേരും കൂടി ഓടി വരുന്നു. നിങ്ങൾ എന്തിനാ ഓടി വരുന്നത്? അപ്പോൾ നിങ്ങളൊന്നും കണ്ടില്ലേ? എന്ത് കണ്ടില്ലെന്നാ കൂട്ടുകാരെ? വഴിയിലാ സാധനം നിൽക്കുന്നത്. ഏത് സാധനം? ഒരു പുള്ളിപ്പുലി. പുള്ളിപ്പുലിയോ? എവിടെ? അവിടെ കാടൊന്നുമില്ലല്ലോ. ഞങ്ങൾ അതുവഴി വന്നതല്ലേ, കണ്ടില്ലല്ലോ. ഹേയ്, കാടൊന്നുമില്ല. ആ കാടിന്റെ ഒത്ത നടുക്ക് ഞങ്ങൾ നിന്നപ്പോഴേ ഞങ്ങൾ വിചാരിച്ചു അവന്റെ വായിൽ അകപ്പെട്ടു പോയെന്ന്. എന്നിട്ട് എന്തുണ്ടായി?
എല്ലാവരും കൃത്യമായി വന്നല്ലോ. നല്ല കാര്യം. കണ്ണപ്പ, പുള്ളിപ്പുലി ഓടിച്ചപ്പോൾ പേടിച്ചു പോയോ? ഞങ്ങളെ ഓടിച്ചത് അപ്പൂപ്പൻ കണ്ടോ? അവിടെ എങ്ങും ആരും ഇല്ലായിരുന്നല്ലോ. ആഹാ, അതാണ് അപ്പോ അറിയേണ്ടത്. ഞാൻ എങ്ങനെയാണ് ഈ കാര്യങ്ങൾ അറിഞ്ഞതെന്ന് അല്ലേ? ഇവരെ കണ്ടുപിടിക്കും. നല്ല കുട്ടികളായി വളരാൻ നോക്ക്. ഇല്ലെങ്കിൽ പുള്ളിപ്പുലിയും സിംഹമൊക്കെ ഓടിച്ചിട്ട് പിടിക്കും. അപ്പൂപ്പന് ഇവരെ അറിയുമോ? ഇവരെ എന്നല്ല, എല്ലാ കുട്ടികളെയും എനിക്കറിയാം. അതെങ്ങനെ? അതങ്ങനെയാ, എല്ലാവർക്കും ഞാൻ കാവലാണല്ലോ. എല്ലാവർക്കും കൂടി ഒരാള് കാവലാണെന്നോ? എന്ത് മണ്ടത്തരമായി പറയുന്നത്. അവയടാ മണ്ടച്ചാര്. അതാ ആ വലിയ ആൽവർഷം നോക്ക്. കണ്ടല്ലോ, അതിനെന്തു പറ്റി? പടർന്നു പന്തലിച്ചു നിൽക്കുകയല്ലേ? അതിന്റെ ചുവട്ടിൽ എത്ര കുഞ്ഞു ചെടികളാ നിൽക്കുന്നത്. അതിന്റെ ശിഖരത്തിലെ എത്ര പക്ഷികളായിരിക്കുന്നത്. അതിപ്പോ ഞങ്ങൾ എന്നും കാണുന്നതല്ലേ? അതെ, നിങ്ങൾ എന്നും കാണുന്നതാ. പക്ഷേ അതിൽ നിന്നും നിങ്ങൾ ഒന്നും ഇതുവരെ മനസ്സിലാക്കിയില്ലല്ലോ. എന്ത് മനസ്സിലാക്കാൻ? ആ ഒറ്റ വൃക്ഷം എത്ര ചെടികൾക്കും കിളികൾക്കാ കാവലായി നിൽക്കുന്നതെന്ന് നോക്കിയേ. അത് ശരിയാ, ഇപ്പൊ എനിക്ക് മനസ്സിലായി. അതേപോലെ എത്ര പേർക്ക് വേണമെങ്കിലും എനിക്ക് കാവലായി നിൽക്കാൻ സാധിക്കും. നിങ്ങൾക്ക് എപ്പോഴാണോ എന്റെ സഹായം ആവശ്യമുണ്ടെന്ന് വെച്ചാൽ അപ്പോ എന്നെ വിളിക്കാം. ഹായ്, അത് കൊള്ളാമല്ലോ. ആ അപ്പൂപ്പൻ എങ്ങോട്ടാ പോയി മറഞ്ഞത്? കൂട്ടുകാരെ, ഇത്രയായിട്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും ആ പൂപ്പൻ ആരാണെന്ന് മനസ്സിലായില്ല അല്ലേ? അത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? പൊന്നൂന്റെ അടുക്കൽ കഴിഞ്ഞ രാത്രി മിഖായേൽ മാലാഖ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞതാണ് ഈ കാര്യം. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ആ കാര്യം പറയാം. എപ്പോഴാണോ നിങ്ങൾ ഒരു ആപത്തിൽ പെടുന്നത്, അപ്പോൾ കാവൽ മാലാഖമാരെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ കർത്താവ് നിങ്ങളെ ആപത്തിൽ നിന്ന് രക്ഷിക്കും. ആ ശരി ശരി, അപ്പോഴാകട്ടെ. ഇപ്പൊ എല്ലാവരും ഒന്ന് സ്ഥലം വിട്, ഞങ്ങൾക്ക് വേറെ ഒരുപാട് പണിയുണ്ട്. ബാ കൂട്ടുകാരെ, നമുക്ക് പോവാം. എടാ ചാക്കോച്ച, നാളെ നമ്മുടെ പരിപാടി എന്താ? അത് നമ്മൾ നേരത്തെ ഇട്ടതല്ലേ. നാളെ നമ്മള് സ്കൂളിലേക്കെന്നും പറഞ്ഞ് ഇറങ്ങുന്നു. നേരെ തെറ്റിപ്പുഴയുടെ കടവിലേക്ക് പോകുന്നു. ഒരു വള്ളത്തിൽ കയറി അക്കരെ ഇക്കരെ ഇക്കരെ അക്കരെ കളിക്കുന്നു. വൈകിട്ട് വീട്ടിലേക്ക് തിരികെ പോകുന്നു. അത് നല്ല രസമാണല്ലോ. അപ്പോ നാളെ എവിടെ വരണം? അത് പിന്നെ എന്നും പറയണോ? എന്നത്തെയും പോലെ ഈ പള്ളിമുറ്റത്ത് തന്നെ. അപ്പോ നാളെ കാണാം. കണ്ണപ്പാ, നീ ഇന്നലെ പള്ളി പോയോ? പോയല്ലോ അമ്മച്ചി. നീ പക്ഷേ പള്ളി കയറാതെ അവിടൊക്കെ കറങ്ങി നടക്കുവായിരുന്നു എന്നാ ഞാൻ കേട്ടത്. അതാരോ അമ്മച്ചിയോട് തെറ്റായി പറഞ്ഞതാ. ഞാനും ചാക്കോച്ചനും കൂടാ പോയത്. അതുതന്നെയാ ഞാനും പറയാൻ പോകുന്നേ. നീയും ചാക്കോച്ചനുമായി കൂട്ടുകൂടി തെറ്റായ വഴിയിൽ കൂടി സഞ്ചരിക്കുവാ. അയ്യോ, അമ്മച്ചിയോട് ഇതൊക്കെ ആരാ പറഞ്ഞത്? എന്നോടാരും പറഞ്ഞു തരണ്ട. കർത്താവിൽ വിശ്വസിച്ച് പള്ളിയിലൊക്കെ പോയി നല്ല കുട്ടിയായി വളർന്ന് എല്ലാവരെ കൊണ്ടും നല്ലത് പറയിക്കണം. ശരി അമ്മച്ചി, ഞാൻ സ്കൂളിൽ പോന്നു. നീ എത്തിയല്ലേ? ഞാൻ വിചാരിച്ചു നിനക്ക് മുങ്ങാൻ പറ്റില്ലായിരിക്കും. അയ്യോ, ഇന്ന് ഞാൻ അമ്മച്ചിയുടെ പിടിയിൽ വീഴുന്ന കരുതിയത്. ഭാഗ്യത്തിന് രക്ഷപ്പെട്ടതാ. എന്തായാലും രക്ഷപ്പെട്ടല്ലോ, അത് നന്നായി. അല്ലെങ്കിൽ പണിപാളിയനെ. വന്നാട്ടെ, നമുക്ക് എളുപ്പം പോകാം. വാ. സ്കൂൾ വിടുന്ന സമയമാകുമ്പത്തേനും ഇങ്ങെത്തണം. ശരിയാ, എങ്ങാനും വീട്ടിലിറങ്ങാലേ സ്കൂളിലേക്കുള്ള പോക്കും അങ്ങ് നിൽക്കും. എടാ നീ ഇങ്ങനെ പേടിച്ചാലോ? ആരും അറിയാൻ പോകുന്നില്ല. അപ്പൊ നമുക്ക് പോകാം അല്ലേ? ചാക്കോച്ച, എവിടുന്ന് ഒരു തോണിയോ വെള്ളമോ സംഘടിപ്പിക്കുന്നത്? അതിനൊക്കെ വഴിയുണ്ടാക്കാം. നീ ഒന്ന് പേടിക്കാതിരിക്കും. നിനക്ക് വല്ലവരും പരിചയക്കാരായിട്ടുണ്ടോ? അതല്ലടാ, വള്ളം നമുക്ക് വാടകയ്ക്കെടുക്കാം. അതിന് പൈസ? അതിനൊക്കെ എന്റെ കയ്യിലുണ്ട്. തൊട്ട്. നിന്റെ കയ്യിൽ എവിടുന്ന? അപ്പന്റെ കയ്യിന്നേ ബുക്ക് വാങ്ങാനുണ്ടെന്നും പറഞ്ഞു വാങ്ങിയതാ. നീ ആളൊരു പുലി തന്നെ. എടാ കണ്ണപ്പാ, ദേ വരുന്ന ഒരു പാര. പാരയോ? പാരയ്ക്ക് എങ്ങനെ നടക്കാൻ പറ്റും? നീ ഒരു ബുദ്ധൂസ് തന്നെ. ചുമ്മാതല്ല കുട്ടും കൂട്ടും നിന്നെ മണ്ടൻ കിണ്ണൻ എന്ന് വിളിക്കുന്നത്. എടാ, നമുക്കിട്ടൊന്നും വേല വെക്കുന്നവൻ എന്ന് പറഞ്ഞാ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വേലകളൊക്കെ വീട്ടിലും സ്കൂളിലൊക്കെ ചെന്ന് പറയുന്ന ആ ജോണിച്ചനതാ വരുന്നു. വാ 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 വാ,
നമുക്ക് ആ വള്ളപ്പരുടെ പുറകിൽ വിളിക്കാം. ശരി ചാക്കോച്ച, വേഗമാട്ടെ. എടാ ചാക്കോച്ച, അവൻ നമ്മളെ കാണുമോ? ഇല്ലടാ, നീ പേടിക്കാതെ അനങ്ങാതെ അങ്ങനെ നിന്നാ മതി. അവനെ അക്കരെ കിടക്കാൻ നിൽക്കുക. വള്ളം അക്കരയ്ക്ക് പോയിരിക്കുക. വള്ളം ഇക്കരെ വന്നാ അവൻ അക്കരെ പോയിക്കൊള്ളും. ശരിയാടാ, അനങ്ങാതെ നിന്നും കണ്ടു കഴിഞ്ഞ എല്ലാ പരിപാടിയും പൊളിയും. ചാക്കോച്ച എന്തായാലും രക്ഷപ്പെട്ടടാ. അവനതാ വെള്ളത്തിൽ കയറി അക്കരയ്ക്ക് തിരിച്ചു. നമുക്ക് എളുപ്പം വെള്ളം എടുക്കാം. എന്റെ കയ്യിൽ 10 രൂപയേ ഉള്ളൂ. അതിനൊരു മണിക്കൂർ നേരത്തേക്ക് ഒരു വള്ളം വാടകയ്ക്ക് തരുമോ മത്തായി ചേട്ടാ? എടാ പിള്ളേരെ, എനിക്ക് 1 മണിക്കൂർ നേരം ഉണ്ടെങ്കിലേ അക്കരയ്ക്ക് ഇക്കരയ്ക്ക് ആളെ കിടത്തിയാൽ കുറഞ്ഞത് 20 രൂപയെങ്കിലും കിട്ടും. അറിയോ? പഴാ നിങ്ങളുടെ ഒരു 10 രൂപ. മത്തായി ചേട്ടാ, ഞങ്ങളുടെ ആഗ്രഹമല്ലേ, സാധിച്ചു തരൂലേ പ്ലീസ്? മത്തായി, പിള്ളേരുടെ ആഗ്രഹമല്ലേ, കണക്ക് പറയാതെ വള്ളം കൊടുക്ക്. ചേട്ടൻ ഇവരെ അറിയാമോ? അറിയാമെന്നോ? ഇവരെന്റെ വേണ്ടപ്പെട്ടവരല്ലേ. ചേട്ടൻ പറഞ്ഞോണ്ട് മാത്രം ഞാനിത് വള്ളം കൊടുക്കുന്നു. മത്തായിക്ക് നല്ലത് വരട്ടെ. ചാക്കോച്ച, കണ്ണപ്പ, വല്ല ആവശ്യങ്ങൾ വരികയാണെങ്കിൽ എന്നെ വിളിക്കാൻ മറക്കരുത് കേട്ടോ. എടാ കണ്ണപ്പ, വല്ല മാന്ത്രികനുമാണോ ഇനി അയാൾ? ആരെങ്കിലും ആട്ടെ, അയാള് വന്നതുകൊണ്ട് മത്തായിച്ചൻ വള്ളം തന്നു. അപ്പോൾ ആരാ 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 ഇനി ആദ്യം തുഴയുന്നേ? ഞാനേ കുറച്ചു ദൂരം തുഴഞ്ഞിട്ട് നിനക്ക് തരാം. ഓക്കെ 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 ശരി, എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ. നിനക്ക് തുഴയാൻ അറിയാലോ. നീ എന്നെ പറ്റി എന്താ കരുതിയത്? എന്റെ വല്യപ്പാപ്പന്റെ വീട് കുട്ടനാട്ടാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? എന്ന് വെച്ച് വള്ളം തുഴയാൻ അറിയാമെന്നുണ്ടോ? എടാ, അവിടെ വള്ളത്തിലല്ലേ യാത്ര ചെയ്യുന്നത്, അവർക്ക് സ്വന്തമായി വള്ളമുണ്ട്. ഓ അത് ശരി. അപ്പൊ നിനക്ക് അവധിക്കാലത്ത് തുഴച്ചില് പഠിക്കാൻ പറ്റിക്കാണും അല്ലേ? അതെ അതെ, അങ്ങനെയാ ഞാൻ തുഴയാൻ പഠിച്ചത്. വല്യപ്പാപ്പന്റെ മക്കളൊക്കെ നല്ല തുഴച്ചിലുകാരാ. നീ എങ്ങോട്ടായി വള്ളം തുഴഞ്ഞോണ്ട് പോകുന്നത്? എടാ, ഞാൻ പള്ളിക്കടവിലേക്ക് അടുപ്പിക്കാമെന്ന് വെച്ചിട്ടാ. അത് അങ്ങ് മാറിയല്ലേ? എടാ, 1 മണിക്കൂർ നേരമല്ലേ, നമുക്ക് അത്രയും നേരം തുഴയാമല്ലോ. ഹായ് ഹായ്, എന്ത് രസം. അത് പിന്നില്ലയോ, കായൽ കൂടെ ഇങ്ങനെ തുഴഞ്ഞു പോകുന്നതിന്റെ രസമൊന്നും വേറെ തന്നെയാടാ ചാക്കോച്ച. എടാ, ഞാനല്ലേ ഈ പരിപാടി ഇട്ടേ? അതെ, ഇത് നീ തന്നെയാ ഇട്ടത്. അല്ലെങ്കിൽ ആ കണക്ക് മാഷിന്റെ വഴക്കും കേട്ടോണ്ടിരിക്കാമായിരുന്നു. എല്ലാ ദിവസവും കണക്ക് സാറിന്റെ ക്ലാസ് ഉള്ളപ്പോ നമ്മൾ മുങ്ങി നടക്കുകയല്ലേ. എന്നാണ് ഈ കള്ളമെല്ലാം പൊളിയുന്നെന്ന് ആർക്കറിയാം. അന്നാണ് പൊടിപൂരം. അച്ഛനെയും അമ്മേനെയും ഒക്കെ വിളിച്ചുകൊണ്ട് ക്ലാസ്സിൽ ചെല്ലാൻ പറയും. കടവ് അടുക്കാറായോ? അതാ ആ കാണുന്ന കുരിശ് കണ്ടില്ലേ, അതാണ് പള്ളി, അതിനടുത്ത കടവ്. എന്താടാ? അല്ലടാ, ഇവിടെ എന്തോ വള്ളത്തിൽ വെള്ളം കയറുന്നത് പോലെ. ചാക്കോച്ച, നീ എന്താ ഈ പറയുന്നത്? ചുമ്മാ എന്നെ പേടിപ്പിക്കല്ലേ. ചുമ്മാ അതല്ല, പിള്ളേരെല്ലാം നിന്നെ നുണയാന്ന് വിളിക്കുന്നത്. ഏടാ, നുണയൊന്നുമല്ല കേട്ടോ. ഞാൻ എപ്പോഴെങ്കിലും നിന്നോട് നുണ പറഞ്ഞിട്ടുണ്ടോ? ഞാനൊന്ന് നോക്കട്ടെ എവിടാണെന്ന്. എടാ ചാക്കോച്ച, ഇനിയിപ്പോ കുറഞ്ഞതൊരു 1/4 മണിക്കൂറെങ്കിലും വേണ്ടി വരും അക്കരെ എത്താൻ. അപ്പോഴേക്കും വെള്ളം കയറി നിറയും. നമ്മുടെ അവസാനം ഈ ആറ്റിലായിരിക്കുമോ? എടാ, എനിക്ക് പേടി വരുന്നു. നമ്മുടെ വെള്ളത്തിലെ വെള്ളം കൂടി വരികയാണ്. നീന്താനും അറിയത്തില്ലല്ലോ, നമ്മൾ എന്ത് ചെയ്യും? ഇനി എന്ത് ചെയ്യാനാ? ഇത്രയും കാലം നമ്മൾ കാണിച്ചതൊക്കെ കൂടി കർത്താവ് കണക്ക് തീർക്കുകയാണ്. എന്നാലും നീ ഓട്ടയുള്ള വള്ളം തന്നെ തന്ന് ആ മത്തായിച്ചൻ നമ്മളെ പറ്റിച്ചല്ലോ. പക്ഷേ നമ്മൾ അവിടുന്ന് തുഴഞ്ഞു തുടങ്ങുമ്പോഴേ വെള്ളം കയറേണ്ടതല്ലേ? അവിടെ നിന്ന് പോരുമ്പോ ഇതിലൊരു തുള്ളി വെള്ളം ഞാൻ കണ്ടിട്ടില്ല. അത് ശരിയാടാ ചാക്കോച്ച, നമ്മൾ മുങ്ങി മരിക്കുന്ന ഉറപ്പാ. വെള്ളതെന്നറിയാൻ പോകുന്നു. നമ്മൾ ചെയ്ത തെറ്റെല്ലാം എന്റെ മനസ്സിലേക്ക് സിനിമയിലെ സീൻ പോലെ കടന്നു വരുന്നു. എടാ, നമ്മുടെ അപ്പച്ചനും അമ്മച്ചിയും ഒക്കെ അല്ലേ നമ്മളോട് പള്ളി പോകാൻ പറയത്തില്ലേ? അപ്പൊ നമ്മള് പള്ളി പോവാതെ പള്ളിക്കാട്ടിൽ പോയിരിക്കൂലേ? എത്ര ദിവസാ സ്കൂളിലൊന്നും പോവാതെ പാർക്കിലും മറ്റും കളിച്ചു നടന്നത്. ആ തക്കടും പൊന്നും ബെറ്റും ഒക്കെ എത്ര നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്നു. അപ്പോഴൊക്കെ നമ്മൾ അവരെ കളിയാക്കി. അതൊക്കെ എനിക്ക് ഓർമ്മ വരിക. അയ്യോ, ഇനി ഇതെല്ലാം പറഞ്ഞിട്ട് എന്ത് പ്രയോജനം? എടാ കണ്ണപ്പ, മുങ്ങിച്ചാവാൻ പോകുമ്പോ കച്ചിത്തിരിപ്പ് കണ്ടാലും കയറിപ്പിടിക്കണമെന്നല്ലേ പറഞ്ഞത്? എടാ, വള്ളത്തിലെ വെള്ളം കയറി താഴാൻ പോന്നു. നീ വേഗം പറ. എടാ, ആ വയസ്സായാള് നമ്മള് വള്ളത്തിന് മത്തായിച്ചിനോട് വിലപേശിക്കൊണ്ടിരുന്നപ്പോഴും വന്നില്ലേ?
അയാളുടെ കാര്യമാ ഞാൻ പറയുന്നത്. എടാ വല്ല ആവശ്യം വരുമ്പോ ആ അപ്പൂപ്പനെ വിളിച്ചോളാനല്ലേ പറഞ്ഞേ. നമ്മളെ അയാൾ ആദ്യം കണ്ടപ്പോ എന്തെല്ലാം പറഞ്ഞതാ. എന്നാലും ആവശ്യം നമ്മുടേതല്ലേ. നമുക്ക് വെള്ളം മുങ്ങുന്നതിന് മുമ്പ് ഒന്ന് വിളിച്ചു നോക്കാം. അപ്പൂപ്പ, ഞങ്ങള് മുങ്ങി മരിക്കാൻ പോകുന്നേ, ഞങ്ങളെ രക്ഷിക്കണേ. മാലാകയോ? ഞങ്ങളാ അപ്പൂപ്പനെ അല്ലേ വിളിച്ചത്. ഇത്രയും ദിവസം നിങ്ങളുടെ മുൻപിൽ വന്നു നിന്നിട്ടും നിങ്ങൾക്ക് എന്നെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലല്ലോ. നിങ്ങളിൽ നിന്ന് ദൈവവിശ്വാസം നഷ്ടപ്പെട്ടു. ശരിയാണ്, ഞങ്ങൾ ഇതുവരെ പിശാച് ബാധിച്ചിരിക്കുകയായിരുന്നു. ആര് നല്ലത് പറഞ്ഞാലും ഞങ്ങളതൊന്നും അനുസരിച്ചില്ല. പക്ഷേ നിങ്ങൾക്ക് അത്യാപത്ത് വന്നപ്പോൾ നിങ്ങൾ എന്നെ തിരിച്ചറിയാതെ തന്നെ വിളിച്ചു. അതുകൊണ്ട് ഞാൻ നിങ്ങളെ സഹായിക്കാനായി ഓടിയെത്തി. ഞങ്ങളെല്ലാം തിരിച്ചറിയുന്നു. ഇനി ഞങ്ങൾ നല്ല അനുസരണമുള്ള കുട്ടികളായിരിക്കും, ഉറപ്പ്. ഞങ്ങൾ ചെയ്ത തെറ്റൊക്കെ ഞങ്ങൾ പള്ളിയിൽ പോയി കർത്താവിനോട് ഏറ്റു പറയും. ശരി ശരി, തിരികെ പൊക്കോളൂ. വള്ളം ദേ കരയ്ക്കെടുത്തു. അല്ല, ഇതാരായി വരുന്നേ? നിങ്ങൾ പള്ളിയിലൊക്കെ വരാൻ തുടങ്ങിയോ? കൂട്ടുകാരെ, ഞങ്ങൾ ചെയ്ത തെറ്റെല്ലാം ഞങ്ങൾ തിരിച്ചറിഞ്ഞു. ആപത്ത് വന്നപ്പോഴേ ഞങ്ങളെ തെറ്റുകളെല്ലാം പുറത്ത് കർത്താവ് ഞങ്ങളോട് ക്ഷമിച്ചു. നല്ലത്. തെറ്റ് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് നല്ല കുട്ടികളാവുന്നതുവരെ കർത്താവ് ഏറെ ഇഷ്ടപ്പെടും. വാ, നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് തൊട്ട് നിങ്ങൾ ഞങ്ങളുടെ കൂടെ കൂടിക്കോ.